ഹായ് ഫ്രണ്ട്സ്, സിസ്റ്റത്തേൽ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ടി ആംപ്ലിഫയർ ചെയ്യാൻ അതിൻ്റെ സപ്ലൈ എടുത്ത് ഒരു 100+ വാട്ട്സ് ആംപ്ലിഫയർ ചെയ്തിരുന്നു. അതിന് നമ്മളൊരു LED ലൈറ്റും കൂടി ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് LED ലൈറ്റിൻ്റെ പ്രവർത്തനം ഒന്ന് കാണാം. കണ്ടതിന് ശേഷം ഇത് നമുക്ക് അകത്ത് ഫിറ്റ് ചെയ്യാം. കസ്റ്റമർക്ക് അവിടെ ഒരു LED ലൈറ്റ്, ഇവിടുത്തെ ഡിസ്പ്ലേ എല്ലാം പോയതുകൊണ്ട് അതുകൊണ്ട് ഒരു LED ലൈറ്റ് ഫിറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സ്പെക്ട്രമാണിത്. ഇനി അഥവാ ഇത് പോരെങ്കിൽ ഒരു സ്പെക്ട്രോടെ മേടിച്ച് വെച്ചാൽ മതി. അപ്പോൾ 4 സ്പെക്ട്രോ ഒന്നിച്ചടിക്കും. ഇതിന് ഒരു ഇൻപുട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കിടന്ന് ഇതായിട്ട് വർക്ക് ചെയ്തോളും. നമുക്കത് സ്പെക്ട്രോ ഈ സ്പെക്ട്രത്തിന് പല രീതിയിലുള്ള ഇതുണ്ട്. കാണാമെന്ന് എനിക്കറിയത്തില്ല. സ്പെക്ട്ര ഇതുണ്ട്. ഇങ്ങനെ ഒരു സ്പെക്ട്ര ഉണ്ട്. ഇങ്ങനെ സ്പെക്ട്ര അടിക്കും, ഇങ്ങനെ അടിക്കും LED. എന്നിങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഓരോ മോഡുകളാണിത്. ഇതാണ്. ഇങ്ങനെ ഉണ്ട് മോഡ്, ഇങ്ങനെ മോഡുണ്ട്, റിവേഴ്സ് മോഡുണ്ട്, ഇങ്ങനെ തിരിച്ച് മോഡുണ്ട്. എനിക്കിഷ്ടം ഈ നോർമൽ മോഡാണ്. നിർത്തിക്കും. ഇത് 10K ആണ്. ഒരു 100K ഇട്ട് വിടാമെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം ഇനി ഇതിനകത്തെല്ലാം ഫിറ്റ് ചെയ്യണമല്ലോ. അതൊരു വലിയ പ്രോസസ്സാണ്.
ഫിറ്റിങ്സിലേക്ക് പോവുകയാണ്. സപ്ലൈ എല്ലാം അഴിച്ചു വിട്ടു. വർക്ക് ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇതാണ് ആംപ്ലിഫയർ. ഇതിൻ്റെ സ്പീക്കർ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതൊരു ടാസ്ക്കാണ്. അവിടെ കണക്ഷൻ വിടിയിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. പിന്നെ അതിന് മുമ്പ് ഇതിൽ വെച്ചിരിക്കുന്ന ഈ സാധനം മാറ്റിക്കളയണം. ഇത് വെറും തല്ലിപ്പൊളിയാണ്. സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെറുതെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണിത്. ചുമ്മാ വെറും തല്ലിപ്പൊളി സാധനമാണ് വെച്ച് കയറ്റിയിരിക്കുന്നത്. അത് നമ്മളങ്ങോട്ട് മാറ്റുകയാണ്. നമ്മൾ പുതിയ എടുത്ത സാംകോണിൻ്റെ പുതിയൊരു ഇത് നമ്മളെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാറ്റുകയാണ്. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇതിപ്പം സപ്ലൈ ഇതിൻ്റെ വരുന്നത് നോക്കട്ടെ, 5 വോൾട്ട് ഗ്രൗണ്ട് 12 വോൾട്ട് 5 വോൾട്ട്. അപ്പോൾ 5 വോൾട്ട് മതി ഇതിന് സപ്ലൈ. ഇതാണ് 5 വോൾട്ട്. അത് കുത്തിയിട്ട് നമുക്കൊന്ന് ഓണാവും നോക്കാം. ഓണായിട്ടുണ്ട്. ഓക്കെ, സിംഗിൾ കളറാണ്. അതിൻ്റെ ഒരു ഭംഗിയുണ്ട് അതിന്. ഓക്സ് ഈ ബോർഡിന് ഓഡിയോ ഇൻപുട്ട് ഉണ്ട്. ഇവിടെ ഓഡിയോ ഇൻപുട്ട് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ ആ ഓഡിയോ ഇൻപുട്ടിന് ഇവിടെ ഓഡിയോ ഔട്ട്പുട്ടുണ്ട്. ടു ആൻറ്റിന പ്രോ AG ലോ റെയിൻ ഗോൾഡ് ലൈൻ ഗ്രൗണ്ട് 12 വോൾട്ട്. ഒരു ഓസ്കോഡ് വേണം രണ്ട് സൈഡും. തട്ടുന്നില്ല. മിക്സർ ജപ്പാൻ ഇതുണ്ട്. മിക്സൺ ജപ്പാൻ. മിക്സൺ എന്ന് പറയുമ്പോൾ ജപ്പാനാണ്. അത് അയച്ചിരിക്കുന്നത് വീഡിയോ പോലെ. അതെ, മിക്സൺ ജപ്പാൻ. മക്കളെ പോസിറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ഉണ്ടോ? തന്നെ
ആ വീട് ബന്ധ വരുന്നുണ്ട്. രണ്ട് സ്ക്രൂ ഇവിടെ ഒളിവിട്ടിട്ടുണ്ട്. ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പൈസ നന്നായി ഇവിടെ കൊയ്ത് വയറും എല്ലാം ഷോർട്ട് ചെയ്ത് കൂടിയ കോപ്പർ വയറുണ്ട്. അതെ അതെ
നല്ല ഗേജുള്ള കോപ്പർ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കറിന് ഔട്ടെന്ന് പറഞ്ഞാൽ 100 വാട്ട്സ് RMS വരുന്നതുകൊണ്ട് നല്ല ഗേജുള്ള വയർ വേണം. സൗണ്ട് ക്ലാരിറ്റി കുറയും, ട്രാൻസാക്ഷൻ കുറയും, കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുറേ എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഗേജ് ഒരു പ്രധാന ഘടകമാണ്. ക്ലാരിറ്റിക്കും ആംബിയർ കറന്ന് പോകാൻ ആംബിയർ നല്ലപോലെ ഈസി ആയിട്ട് വന്നെങ്കിലല്ലേ സൗണ്ട് ക്ലിയർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. അതിലിപ്പം റെഡിൽ ഈ ചാനലാണ്. ഇതാണ് റെഡിൻ്റെ വയർ. നമുക്കിങ്ങനെ വേണം ഇത് കൊടുക്കാൻ. എത്ര നീളം വേണ്ട, കട്ട് ചെയ്തതാ. റെഡിനെടുത്തു. ഇത് നെഗറ്റീവ്, ഇതിൻ്റെ നെഗറ്റീവ് അതും കട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി റെഡിലാണല്ലോ ഇത് വെച്ചിരിക്കുന്നത്. ഇത് റെഡ്, ഇത് കണക്ഷൻ ഇല്ല. പക്ഷേ ഇത് നെഗറ്റീവ് വെച്ച് കഴിയുമ്പോൾ കണക്ഷനായി. ഇത് തമ്മിലും വരാൻ പാടില്ല, പോസിറ്റീവ് നെഗറ്റീവും തമ്മിലും വരാൻ പാടില്ല. അപ്പോൾ ഇത് ഇത് നെഗറ്റീവാണ്. ഇപ്പുറത്തെ നെഗറ്റീവ്, അപ്പുറത്തെ പോസിറ്റീവ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇത് നെഗറ്റീവ്, പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. മേളിൽ നിന്ന് തിരിച്ച്, വെളിയിൽ നിന്നുള്ളതല്ലേ നീ ഉദ്ദേശിച്ചു? നെഗറ്റീവ്. അത് തന്നെ. എസ് ടി കെ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ തന്നെയാണ്, ട്രാൻസിസ്റ്റർ ബോർഡ് തന്നെയാണ്. ശരിക്കും IC ബോർഡുകൾക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചാണ് ആംപ്ലിഫൈ ചെയ്തിരുന്നത്. പിന്നെ അഹൂജയുടെ ചില ആംപ്ലിഫയറുകളിൽ മാത്രം ഇതുപോലത്തെ ഡിജിറ്റൽ ആംപ്ലിഫയറുകൾ അഹൂജ ഉപയോഗിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമർ വെച്ച്. അത് വേറൊരു പരിപാടികൾക്ക് വേണ്ടിയിട്ടുള്ള അഹൂജയുടെ ആംപ്ലിഫയർ ബോർഡ് മുഴുവൻ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ്. ഇതൊരു കുഞ്ഞ് ട്രാൻസ്ഫോമർ. ഇതിൽ നിന്നാണ് നമുക്ക് അത്ര സൗണ്ട് കിട്ടുന്നത്. ഇതുകൊണ്ട് ഇതൊരു വലിയ STK ആംപ്ലിഫയർ ബോർഡാണ്. ഈ ബോർഡിൽ നിന്നാണ് ഇത് ഇതുകൊണ്ട് ഭയങ്കര ട്രാൻസ്ഫോമറൊക്കെ വെച്ച്, ഇതുകൊണ്ട് ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പം കണ്ടല്ലോ നിങ്ങൾ, വലിയ ട്രാൻസ്ഫോമറൊക്കെ വെച്ച് ഭയങ്കര ആംബിയർ, ഒരു 30 ആംബിയറെങ്കിലും ആംബിയർ എടുത്ത് ആ ആംബിയറിൽ വലിയ ട്രാൻസിസ്റ്ററായിട്ട് പിടിപ്പിക്കാതെ അതൊരു പെട്ടിക്കകത്താക്കി, 10-15 ട്രാൻസിസ്റ്ററെ പെട്ടിക്കകത്താക്കി എടുക്കുന്നതിനാണ് STK എന്ന് പറയുന്നത്. സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ പാക്കേജാണത്. അങ്ങനെ പാക്കേജ് വെച്ചിരിക്കുന്നതാണ്. STK ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ നമ്മളത് ഒന്നും അഴിച്ചെടുത്തിട്ടില്ല, അതെല്ലാം അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇത് കണ്ടോ, ഈ ഹീറ്റ് സിങ്ക് ഇരിക്കുന്നതാണ് ആ STK. ആ ഹീറ്റ് സിങ്ക് അഴിച്ച് മാറ്റിയാൽ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് ആ ബോർഡ് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ആ ബോർഡ് ഇവിടെ 4 സ്ക്രൂ ഇട്ടിരിക്കുന്നത് ഈ ഹീറ്റ് സിങ്ക് വഴിയാണ് ബോർഡ് സ്ക്രൂ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആ STK നമുക്ക് അഴിച്ച് കളയാം. അപ്പോൾ പിന്നെ ആ ബോർഡ് നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റില്ല. ആ ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്, പവർ സപ്ലൈയുടെ ആവശ്യങ്ങൾക്ക് ബോർഡ് നമുക്ക് ആവശ്യമുണ്ട്. ഒരു പരിധിവരെ പവർ സപ്ലൈ കാര്യങ്ങൾക്ക് ഈ ബോർഡ് ഇല്ലെങ്കിലും നടക്കുമെന്ന് തോന്നുന്നു.
ആ പകരമാണ് ഈ കുഞ്ഞൻ ആംപ്ലിഫയർ ബോർഡ്. ഇത് 7805. സ്റ്റാൻഡെല്ലാം കണ്ടിട്ട് വയറെല്ലാം പിടിപ്പിച്ച് അങ്ങനെ ഒരു സംഭവം. ആ അപ്പം ഒറ്റ കാര്യം ഇതല്ല ഇതാ ഇതിപ്പോൾ നമുക്കൊരു കാര്യം അറിയണം. ഇതേ സപ്ലൈ വരുമെന്ന് മാത്രം നമുക്ക് അറിയേണ്ടത്. അതില്ലാതെ മനസ്സിലായില്ലേ? അതില്ലാതെ ഇതേ സപ്ലൈ വരും എന്നുണ്ടെങ്കിൽ ഇത് വേറെ ഈ ബോർഡ് ഇതിനകത്ത് വെച്ച് സ്ഥലം കളയേണ്ട കാര്യമില്ല. ഒരു പൊക്കം വിടാം. വരുമല്ലോ. പതിനഞ്ച് വോൾട്ടും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ ഇത് വേണ്ട. പക്ഷെ അതൊരു ഒന്നുമില്ല, അതൊന്നുമില്ല. നമ്മളങ്ങ് ഒഴിവാക്കുന്നത്. വെറുതെ അത് ഇവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു 5 വോൾട്ട് ഈ സാധനമുണ്ട് ഇവിടെ. അതെന്നാണൊരു നമുക്ക് വേണം. 5 വോൾട്ട് സപ്ലൈ ആണത്. ഈ ഹീറ്റ് സിങ്ക് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇത്രയും വലിയ ഹീറ്റ് സിങ്കൊക്കെ വെച്ച് ഭയങ്കര ചൂടിലൊക്കെയാണ് ഒരു കാലഘട്ടത്തിൻ്റെ അന്ത്യം. ഇതാണ് STK 402 100S. ഇതിൻ്റെ ബോർഡ് ഹീറ്റ് സിങ്ക്. ഇപ്പം നമ്മൾ ആ ചെറിയ ഇതുമായിട്ട് ഉണ്ടാക്കിയത്. പക്ഷേ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഈ സാധനം നമുക്ക് അഴിച്ചെടുക്കേണ്ടി വരും. എൻ്റെ തൈയുടെ സൂചിയുണ്ടേ, ശരി, ഈ സാധനം വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് അത് എടുത്ത് കളയാൻ പറ്റിയില്ല. ഹീറ്റ് സിങ്കും കോപ്പും എല്ലാം കൂടെ എടുത്ത് കളയാം. ഇത് നമ്മൾ ഇതേ തന്നെ നേരിട്ടാക്കി. നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ നമ്മുടെ പുറത്തെ തൈഡന്തി ഇത് 5 വോൾട്ടിൻ്റെ ഒരു റെഗുലേറ്ററാണ്. ഇതിനെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് മുറുക്കണം. ഇതിനെ നമുക്ക് എവിടെ മുറുക്കും? ഇവിടെ മുറുക്കാം. ചൂടാകാൻ ചാൻസ് ഉള്ളവനായതുകൊണ്ട് ഇതിൻ്റെ വലിയ ചൂടൊന്നും ആയല്ല. എന്നാലും അതിനൊന്ന് മുറുക്കേണ്ട അത്യാവശ്യമാണ്. അഞ്ച് വോൾട്ടിനെ അവിടെ മുറുക്കി. 11 ഓണാകുന്നുണ്ടോയെന്ന് ജസ്റ്റ് മുറുക്കാൻ നോക്കാം. ഓക്കെ, എല്ലാം ഓക്കെ. പിന്നെ ഫാന്, സത്യത്തിൽ ഈ ഫാനിന് ഇവിടെ ആവശ്യമില്ല.
പിന്നെ തുള അടയാൻ വേണ്ടിയിട്ട് എടുത്ത് കളയണം ചെയ്ത് ചെയ്യാൻ എൻ്റെ വയറ് കുത്തിയിരുന്നത് താഴ്ച ബോർഡ് ഇറങ്ങണ്ട. അതിന് ഇതിൻ്റെ ആവശ്യമില്ലേ? ഓ മെയ്ഡ് ഇൻ വിയറ്റ്നാം. വിയറ്റ്നാമുമായിട്ട് വന്നത് നല്ല സ്നേഹത്തിലാണ് കേട്ടോ. മെയ്ഡ് ഇൻ വിയറ്റ്നാം ബിറ്റാവി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനൊരു തകിട. ഒരെണ്ണം കട്ട്. സപ്ലൈ കൊടുക്കുന്നുണ്ടല്ലേ? സപ്ലൈ അല്ല ഇത്. ആംപ്ലിഫയറുടെ കണക്ഷൻ കൊടുക്കണം. സ്പീക്കർ കൊടുക്കുന്ന ഇതല്ല. ഇതാണ് ഞങ്ങളുടെ സ്പീക്കറിൻ്റെ ഔട്ട്. ഇനി LED ഇതിനകത്ത് കൊടുക്കണം. അപ്പോൾ ഇതായിരിക്കണം. ഒന്നുമില്ല, കണ്ണൊന്നും അടിക്കില്ല, കുത്തിയിട്ടില്ല. ധൈര്യമായിട്ട് കഴിയിട്ടെടുത്തു. അത് നമ്മളെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയുടെ ബോർഡാണ്. ഡിസ്പ്ലേയുടെ ബോർഡ് അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് LED ഡാൻസിങ് ലൈറ്റ് വെക്കണ്ടേ. കസ്റ്റമർക്ക് അവിടെ ഒരു ഡാൻസിങ് ലൈറ്റ് വേണം. ഭയങ്കര ഷോകേഡ് ചെയ്ത ഒരു സെറ്റായിരുന്നു. ശരി, എവിടെയല്ല എന്തെല്ലാം ഷോകേഡ് ചെയ്തു, നാശിപ്പിച്ചാക്കി കളഞ്ഞു. ഇങ്ങനെയുണ്ടോ ഒരു സെറ്റ്? ഇത്രയും പണിത ഒരു സെറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ ആക്കി കളഞ്ഞു. ഇനിയിപ്പോൾ എന്നാണ് നമ്മൾ അതിൻ്റെ പവർ സപ്ലൈക്ക് ഉപയോഗിച്ച ഭംഗിയായിട്ട് ആ സ്പീക്കറൊക്കെ ഉപയോഗിച്ച് കാലാകാലം അങ്ങേർക്ക് നല്ല രീതിയിലുള്ള പാട്ടൊക്കെ കേട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഡിസ്പ്ലേയുടെ ഫ്രണ്ട് ഡിസ്പ്ലേയുടെ ഐസിയാണ് ബോർഡാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് ഷൂട്ടർ ചെയ്ത് ഇതുപോലത്തെ ചെറിയ സ്ക്രൂകൾക്ക്
കുറേ പണി, സെൻസറുണ്ട് വരെ പണി, പണിയോട് പണി. ഇത് റിമോട്ട് പിടിക്കാതെ വന്നപ്പോൾ പണിതായിരിക്കും. ഏതാ വർക്ക് ചെയ്യാതെ വന്നപ്പോൾ സെൻസർ വിട്ടോ 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 കാണിക്കാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഡിസ്പ്ലേ നമ്മൾ പിടിപ്പിക്കാൻ പോവാണ്. ആ ഡിസ്പ്ലേയുടെ അവിടെ അത് രണ്ടും കൂടെ ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഈ ഡിസ്പ്ലേ എടുത്ത് കളഞ്ഞിട്ട് മറ്റേ ഡിസ്പ്ലേ അവിടെ വെക്കണം. LED വെക്കണം. എല്ലാ കണക്ഷൻസും കൊടുക്കണം. ഇപ്പോൾ സമയം ഒത്തിരി ആയി, വീഡിയോയും ഒത്തിരി നീളമായി. ഇനി അടുത്ത പാർട്ടിലേക്ക് ബാക്കിയെല്ലാം ഫിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതുവരെ നമ്മളൊരു ഷോർട്ട് ബ്രേക്ക്.